ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഏഷ്യ കപ്പിന് വേണ്ടിയാണ്. ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആരൊക്കെ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമെന്നാണ് എല്ലാവരും നോക്കുന്നത്. ഇത്തവണ ഏഷ്യ കപ്പ് T20 ഫോർമാറ്റിലാണ്. അതുകൊണ്ട് മലയാളി തന്നെ സഞ്ജുവിന് സ്ഥാനം കിട്ടുമെന്നാണ് എല്ലാവരും കരുതുന്നത്. ഇപ്പോഴിതാ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീം എത്തിയിരിക്കുകയാണ്. ഗൗതം ഗംഭീറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സെപ്റ്റംബർ 9-നാണ് ഏഷ്യ കപ്പ് ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ മാച്ച് സെപ്റ്റംബർ 10-നാണ്. പാകിസ്ഥാൻ ഇപ്രാവശ്യം ഏഷ്യ കപ്പിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരം വരും. ആരാധകർ ആ ഒരു മാച്ചിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള താരങ്ങളെ നോക്കിയാൽ ഓപ്പണിങ്ങിൽ സഞ്ജു ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. സെക്കൻഡ് ഓപ്പണറായിട്ട് അഭിഷേക് ശർമ്മയും ജയ്സ്വാളും ഉണ്ടായിരിക്കുന്നതാണ്. ഇവരിൽ ഒരാളായിരിക്കും സഞ്ജുവിൻ്റെ കോംബോ. അതുപോലെ ക്യാപ്റ്റൻ സൂര്യകുമാർ ആയിരിക്കും. ഹാർദിക് പാണ്ഡ്യയും ടീമിൽ ഇടം പിടിക്കും. 3-ാം നമ്പർ തിലക് വർമ്മയുടെ കയ്യിൽ ഭദ്രമായിരിക്കും. ആദ്യത്തെ 4 സ്ഥാനങ്ങൾ ഉറപ്പായിരിക്കുകയാണ്. ഇഷാൻ കിഷനോ ഋഷഭ് പന്തോ T20യിൽ ഉണ്ടായിരിക്കില്ല. അതുപോലെ രോഹിത് ശർമ്മയും കോഹ്ലിയും നേരത്തെ തന്നെ വിരമിച്ചതാണ്. അതുകൊണ്ട് മുഴുവനായിട്ടും യുവതാരങ്ങളായിരിക്കും ഇപ്രാവശ്യം ഏഷ്യ കപ്പിൽ കളിക്കുന്നത്. സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മ ഏഷ്യ കപ്പിൽ ഉണ്ടായിരിക്കും. ഗൗതം ഗംഭീർ വലിയ സപ്പോർട്ടാണ് സഞ്ജുവിന് കൊടുത്തിരിക്കുന്നത്. സഞ്ജുവിനെ ചിലപ്പോൾ വൈസ് ക്യാപ്റ്റൻ വരെ ആക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിനെ ഒരിക്കലും ഏഷ്യ കപ്പിൽ നിന്ന് മാറ്റില്ലെന്നാണ് ഗംഭീർ പറഞ്ഞിരിക്കുന്നത്. ഏഷ്യ കപ്പിൽ ബുംറ ഉണ്ടായിരിക്കില്ല. ഹർഷദീപ് സിംഗ്, രവി ബിഷ്ണോയ്, സിറാജ് തുടങ്ങിയവരായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ തന്നെ റിയാൻ പരാഗ്, റിങ്കു സിംഗ്, ശിവൻ ദുബെയും ടീമിൽ ഇടം പിടിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏഷ്യ കപ്പിൽ നേർക്കുനേർ വന്നാൽ തീപാർന്ന പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത്. ആ ഒരു മാച്ചിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇപ്രാവശ്യത്തെ ഏഷ്യ കപ്പ് ഇന്ത്യക്ക് നേടണം. അപ്പോൾ ഏഷ്യ കപ്പിലെ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.